നമസ്കാരം, ഇത് ശശികുമാർ. ഞാൻ മുൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും വന്ദന ടാക്സ് കൺസൾട്ടൻസി സർവീസിൻ്റെ സ്ഥാപകനുമാണ്. ഇന്നത്തെ വീഡിയോ ഡയറക്റ്റ് ടാക്സ് കോഡിനെ കുറിച്ചാണ്. ഇത് മുഖ്യമായും വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. ആയതിനാൽ തന്നെ വിദഗ്ധർ ഇത് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡയറക്റ്റ് ടാക്സ് കോഡിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇന്ത്യയിൽ ആദായ നികുതിയുടെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് നോക്കിക്കാണാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയായിരുന്ന സർ ജെയിംസ് വിൽസനാണ് ആദ്യത്തെ ആദായ നികുതി നിയമം 1860 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചത്. 1860 ജൂലൈ 24 വൈസ്രോയിയുടെ അനുമതി ലഭിച്ച ഈ നിയമം ഉടൻ പ്രാബല്യത്തിൽ വന്നു. 1922 ഇത് പുനഃക്രമീകരിക്കുകയുണ്ടായി. അതിനുശേഷം 1961 ഇത് പുനരാവിഷ്കരിച്ചു. ഇന്ന് നിലവിലുള്ള ആദായ നികുതി നിയമം 1960 208 വകുപ്പുകളും 23 അധ്യായങ്ങളും 107 ഭേദഗതികളും ഉൾക്കൊള്ളുന്നതാകുന്നു. എന്താണ് ഡയറക്റ്റ് ടാക്സ് കോഡ്? അതിന്റെ പശ്ചാത്തലം ഒന്ന് നമുക്ക് നോക്കാം. I am now announcing a comprehensive review of the Income Tax Act 1961. The purpose is to make the act concise, lucid, easy to read and understand. This will reduce disputes and litigation, thereby providing tax certainty to the taxpayers. I will also bring down the demand embroiled in litigation. It is proposed to be completed in നിലവിലെ സങ്കീർണമായ ആദായ നികുതി നിയമങ്ങൾ ലളിതമാക്കാനും കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഡയറക്റ്റ് ടാക്സ് കോഡ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സുതാര്യവും മെച്ചപ്പെട്ടതുമായ നികുതിദായക വ്യവസ്ഥ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ആദായ നികുതി നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും വളരെ ലളിതമായ പതിപ്പ് 2009 ആഗസ്റ്റ് 12 തയ്യാറാക്കി. 2010 പരിഷ്കരിച്ച ഡിസ്കഷൻ പേപ്പർ തയ്യാറാക്കി പാർലമെന്റിൽ ബില്ലായി സമർപ്പിച്ചു. ഇതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കാനും ചർച്ച ചെയ്യാനുമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഫിനാൻസ് രൂപീകരിച്ചു. 2012 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ഫിനാൻസ് അവരുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചു. തൽഫലമായി 2014 പരിഷ്കരിച്ച DTC ഉണ്ടാക്കി. എന്നാൽ ജനറൽ ഇലക്ഷനിൽ ഗവൺമെന്റ് മാറിയത് കാരണം ബിൽ ലാപ്സായി. പിന്നീട് നിലവിൽ വന്ന സർക്കാർ 2017 DTCയുടെ പുതിയ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. അവർ 2019 ഓഗസ്റ്റിൽ റിപ്പോർട്ട് ധനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. ഇത് 2025 ബഡ്ജറ്റോടു കൂടി പ്രാബല്യത്തിൽ വരുമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നത്. DTCയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ നികുതിദായകരുടെ അടിത്തറ വിപുലീകരിക്കുക എന്നതാണ്. നിലവിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 1% മാത്രമാണ് ആദായ നികുതി അടയ്ക്കുന്നത്. DTC 2025 ഉപയോഗിച്ചത് 7.5% ഉയർത്താൻ സർക്കാർ പ്രവർത്തിച്ചു. ഇത് വരുമാന ശേഖരണം മെച്ചപ്പെടുത്തുകയും നികുതിദായകരുടെ നികുതി ഭാരം കുറയ്ക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ലളിതമായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. DTC 2025 നികുതിദായകരെ താമസക്കാരായോ പ്രവാസികളായോ തരംതിരിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന ഭാഗം നീക്കം ചെയ്യും. അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയറിന്റെ മാറ്റം. പുതിയ സംവിധാനത്തിന് കീഴിൽ നികുതിദായകർ ഫയൽ ചെയ്യുമ്പോൾ സാമ്പത്തിക വർഷം മാത്രമേ പരാമർശിക്കുകയുള്ളൂ. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മൂല്യനിർണ്ണയ വർഷം, മുൻ വർഷം എന്നിവ നീക്കം ചെയ്യും. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിലേക്കുള്ള മാറ്റങ്ങൾ. മൂലധന ആസ്തിയുടെ നിർവചനം DTCയിൽ തുടരുന്നു. എന്നിരുന്നാലും DTC ആസ്തികളെ 2 വിശാലമായ വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. അതായത് നിക്ഷേപ ആസ്തികളും ബിസിനസ് ആസ്തികളും. നിക്ഷേപ ആസ്തികളുടെ കൈമാറ്റത്തിൽ നിന്നുള്ള വരുമാനത്തിന് മൂലധന നേട്ടമായി നികുതി ചുമത്താൻ DTC വിഭാവനം ചെയ്യുന്നു. ആദായ നികുതി നിയമം 1961 പ്രകാരം മൂലധന ആസ്തികളുടെ കൈമാറ്റത്തിൽ നിന്നുള്ള വരുമാനം ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചാലും മൂലധന നേട്ടമായി നികുതി ചുമത്തിയിരുന്നു. ബിസിനസ് മൂലധന ആസ്തികളുടെ കൈമാറ്റത്തിൽ നിന്നുള്ള വരുമാനത്തിന് ബിസിനസ് വരുമാനം എന്ന നിലയിൽ നികുതി ചുമത്താൻ DTC നിർദ്ദേശിക്കുന്നു. ഇക്വിറ്റി ഷെയറുകൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ദീർഘകാല മൂലധന നേട്ടങ്ങളുടെ ഇളവ് പരിധി പ്രതിവർഷം 1 ലക്ഷത്തിൽ നിന്നും 1.25 ലക്ഷമായി ഉയർത്തി. എന്നാൽ നികുതി നിരക്ക് 10% നിന്ന് 12.5% ഉയരും.
ഇനി പരിഷ്കരിച്ച വരുമാന വിഭാഗ നിർവചനങ്ങൾ. അത് വരുമാനത്തിൻ്റെ 5 തലങ്ങൾ നിലനിൽക്കുമ്പോൾ നിബന്ധനകൾ നവീകരിക്കും. ഉദാഹരണത്തിന് ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം തൊഴിൽ വരുമാനമായി തീരും. മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം അവശിഷ്ട സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്നറിയപ്പെടും. കമ്പനികൾക്കുള്ള ഏകീകൃത നികുതി നിരക്കുകൾ. DTC 2025 ആഭ്യന്തര വിദേശ കമ്പനികൾക്ക് ഒരൊറ്റ നികുതി നിരക്ക് സ്ഥാപിക്കുകയും ബഹിരാഷ്ട്ര കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി പാലിക്കൽ എളുപ്പമാക്കുകയും ചെയ്യും. കിഴിവുകളും ഇളവുകളും കുറയ്ക്കുക. ഫയൽ പ്രക്രിയ ലളിതമാക്കുന്നതിനും നികുതി പഴുതുകൾ കുറയ്ക്കുന്നതിനും നിലവിലുള്ള മിക്ക കിഴിവുകളും ഇളവുകളും നീക്കം ചെയ്യും. വിപുലീകരിച്ച നികുതി ഓഡിറ്റ് പരിധി. നിലവിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്ക് മാത്രമുള്ള ഉത്തരവാദിത്തമായ നികുതി ഓഡിറ്റുകൾ നടത്താൻ DTC 2025 CS CMA പ്രൊഫഷണലുകൾക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. TDS TCS എന്നിവയുടെ വിശാലമായ പ്രയോഗം. പുതിയ നികുതി സമ്പ്രദായത്തിന് വർഷം മുഴുവൻ സ്ഥിരമായ സംഭാവനകൾ ഉറപ്പാക്കുന്നതിന് മിക്കവാറും എല്ലാ തരത്തിലുള്ള വരുമാനത്തിനും TDS TCS എന്നിവ ആവശ്യമാണ്. കൂടുതൽ കാര്യക്ഷമമായ നികുതി ഘടന. DTC 2025 ആദായ നികുതി നിയമത്തിന്റെ ഘടന ലളിതമാക്കുകയും നിലവിലെ 298 വിഭാഗങ്ങളെ വിപുലീകരിച്ച ഷെഡ്യൂളുകളോടെ 319 വിഭാഗങ്ങളായി ഏകീകരിക്കുകയും കൂടുതൽ സംഘടിതമായ ചട്ടക്കൂട് നൽകുകയും. രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി ഇളവ്. DTC 2025 വരുമാന ശേഖരണം വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് തുടരും. ഇത് നികുതിദായകർക്കിടയിൽ ചർച്ചകൾക്ക് കാരണം ആയേക്കാം. വിദ്യാർത്ഥികൾ അറിയേണ്ടത്. 2026 മാർച്ചിന് മുൻപുള്ള പരീക്ഷകൾക്ക് 1961 ആദായ നികുതി നിയമം ബാധകമായിരിക്കും. എന്നാൽ 2026 ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പരീക്ഷകൾക്ക് ഡയറക്റ്റ് ടാക്സ് കോഡ് 2025 ബാധകമാകുക. മേൽപ്പറഞ്ഞ മാറ്റങ്ങളാണ് ഡയറക്റ്റ് ടാക്സ് കോഡ് 2025 ആവിർഭാവത്തോടെ നടപ്പിലാകാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 2025 കേന്ദ്ര ബജറ്റിനോടുകൂടി മാത്രമേ കൃത്യമായ വിവരങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. നന്ദി, നമസ്കാരം.